ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷമാം ജ്യൂസാണ്. നമ്മളിത് സാധാരണ മുറിച്ചഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. എന്നാൽ ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഷമാമ തീരെ ഇഷ്ടമില്ലാത്തവർ പോലും ഉറപ്പായിട്ടും കുടിക്കും കേട്ടോ. ആദ്യം തന്നെ ഷമാമ മുറിച്ചിട്ട് അതിൻ്റെ സീഡ്സൊക്കെ എടുത്ത് മാറ്റാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് ഷമാമ്. അതുപോലെ തന്നെ അതിൽ വിറ്റാമിൻ എയും സിയും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. ഇപ്പോൾ ഞാൻ ഈ ഷമാമിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊലിയും കുരുവൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അതിലൊട്ടും തന്നെ തൊലിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ജ്യൂസിന് നല്ല കയ്പ്പായിരിക്കും. പിന്നെ ഇതിൻ്റെ സീഡ്സ് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി ജ്യൂസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴവും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷമാം പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ 3-4 ഡേറ്റ്സ് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർക്കുമ്പോൾ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഹെർഷി സിറപ്പ് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ജ്യൂസാണ്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേബിൾ മാജിക്സ്.